അന്ന് എത്രമാത്രം ഫലദായകമായി ശുശ്രൂഷ പുണ്യവാൻ്റെ കാലത്ത് സംഭവിച്ചോ അതേപോലെ തന്നെ മറ്റെല്ലാ ധ്യാനങ്ങളെക്കാൾ ഉപരിയായി വലിയൊരു ജനപങ്കാളിത്തം, വലിയൊരു അഭിഷേകം, വലിയൊരു നവീകരണത്തിൻ്റെ അനുഭവം ഈ ധ്യാന ശുശ്രൂഷയിലൂടെ ഞങ്ങൾ വിൻസെൻഷൻ വൈദികർക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ധ്യാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ധ്യാനം ഓരോ ഇടവകയ്ക്കും വിൻസെൻഷൻ സഭ നൽകുന്ന ഒരു സമ്മാനമാണ്. എല്ലാ ഒന്നിടവിട്ട ആഴ്ചകളിലും കേരളത്തിൻ്റെ 2 ഇടവകളിലായി ഈ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഈ ധ്യാനം ഞങ്ങൾ വിൻസെൻഷൻ സഭ ഒരു പ്രതിഫലം വാങ്ങിക്കാതെ ഞങ്ങളുടെ വണ്ടിക്കൂലി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് അങ്ങനെ ഒരു ശുശ്രൂഷയായിട്ട് ഇടവകയ്ക്കുള്ളൊരു സമ്മാനമായിട്ട് ചെയ്യുന്നൊരു ശുശ്രൂഷ കൂടിയാണ്. വചനം പ്രഘോഷിക്കുക, തിരിച്ചു പോരുക, ഇങ്ങനെയൊരു ആത്മീയ നിയോഗം മാത്രം പേറിക്കൊണ്ട് വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യത്തിൽ നടത്തപ്പെടുന്ന വലിയൊരു ആത്മീയ ശുശ്രൂഷയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ രാജാക്കാട് ഇടവകയിലും ഈ NRCT ദേവാലയത്തിലും ദൈവജനം വളരെ സ്നേഹത്തോടെ ഇതിനോട് സഹകരിച്ചു. വലിയൊരു ആൾക്കൂട്ടം 7 സെൻറ്ററുകളിലും ഉണ്ടായിരുന്നു. ദൈവപരിപാലനയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ. നാളിതുവരെ നമ്മളെ കൈപിടിച്ച് നടത്തി. ഇന്നിതാ ഈ ദേവാലയ മുറ്റത്ത് നമ്മളെ ചേർത്ത് നിർത്തിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, ഈ വിശുദ്ധനോട് ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. ഈ വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഇന്നിതാ ഈ വചനകൂടാരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഈ ദേവാലയ മുറ്റത്തേക്ക് കടന്നു വന്ന ഈ തിരുശേഷിപ്പ് ഇന്നിത് 6 ദിവസം ഈ ദേവാലയത്തിൽ കൂടാരമടിച്ചതിന് ശേഷം ഈ മണ്ണിൽ നിന്നും യാത്രയാവുകയാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ 410 വർഷത്തിന്റെ ഒരു ചരിത്രം പറയാനുണ്ടെങ്കിൽ അത് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥമാണ്. ഇന്നും കാലങ്ങൾക്കപ്പുറം ദേശങ്ങൾക്കപ്പുറം ഈ പോപ്പുലർ മിഷൻ ധ്യാനം നിലനിൽക്കുന്നുവെങ്കിൽ, അതേ ചൈതന്യത്തിൽ, അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഇത് ഞങ്ങളുടെ കഴിവോ മെന്മയോ അല്ല, ഞങ്ങളുടെ വാക്ചാതുര്യം ഒന്നുമല്ല അതിന് പിന്നിൽ നിൽക്കുന്നത്. മറിച്ച് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ വിശുദ്ധൻ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് നമ്മൾ പ്രദക്ഷിണമായി പരിഹാരമായി ഈ ദേശത്തോട് നടന്നു നീങ്ങിയപ്പോൾ നമ്മോടൊപ്പം സഞ്ചരിച്ച ഒരു വിശുദ്ധൻ, ഈ വിശുദ്ധന്റെ മാധ്യസ്ഥത്തിലേക്ക് ഈ വിശുദ്ധനോടൊന്ന് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധൻ കത്തോലിക്ക തിരുസഭയിൽ അറിയപ്പെടുന്നത് സ്നേഹം നിറഞ്ഞവരെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ്. ഇന്ന് ഓരോ ഇടവക തോറും വിശുദ്ധ വിൻസെന്റ് പോൾ സൊസൈറ്റി ഉണ്ട്. ഏത് ഇടവക നോക്കിയാലും അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥൻ എന്ന നിലയിലെ ഈ വിശുദ്ധൻ ഇന്ന് തിരുസഭയിൽ പ്രശോഭിക്കുമ്പോൾ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ കരങ്ങളിലേക്ക് നമ്മുടെ ഇടവകയെ മുഴുവനൊന്ന് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ഇടവകയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തിരിക്കുന്ന മക്കൾ, ഇവരായിരിക്കുന്ന എല്ലാം, നമ്മുടെ കാർഷിക മേഖല എല്ലാം ഈ വിശുദ്ധന്റെ കരങ്ങളിലേക്ക് നമ്മളൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ നിന്നും ദാരിദ്ര്യം നീക്കപ്പെടട്ടെ. നമ്മുടെ ഇടവകയിൽ ഒരുപാട് പരസ്നേഹ ശുശ്രൂഷകൾ ഇത് വളരട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധന്റെ കരങ്ങളിലേക്ക് നിങ്ങളൊന്ന് കൊടുത്തേ. ഒരു കാത്തിരിപ്പിന്റെ കാലയളവിലേക്ക് ഈ മണ്ണിന്ന് പ്രവേശിക്കുകയാണ്. ഇന്നിതാ 15 വർഷത്തിന്റെ ഒരു കാത്തിരിപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ വേദിയിലേക്ക് കടന്നു വരണമെങ്കിൽ, ഈ മണ്ണിൽ ഒന്ന് ഉദിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. നീണ്ട 15 വർഷത്തിന്റെ ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിശുദ്ധനോടൊന്ന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹം നിറഞ്ഞവരെ, ഞങ്ങൾ ഈ വിൻസെൻഷൻ വൈദികർ ഈ മണ്ണിൽ നിന്നും യാത്രയാകുമ്പോൾ നിങ്ങളുടെ പക്കൽ നിന്നും ആവശ്യപ്പെടുന്നത് 3 പ്രാർത്ഥനാ നിയോഗങ്ങളാണ്. 3 പ്രാർത്ഥനാ നിയോഗങ്ങൾ. ഞങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല, മറിച്ച് ഈ 3 നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് ചേർത്ത് വയ്ക്കുന്നു. ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, വിൻസെൻഷൻ സഭയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഇന്നും പോപ്പുലർ മിഷൻ ധ്യാനം ഈ കേരളക്കരയിൽ, ഇന്ത്യയിൽ, ലോകമെമ്പാടും ഇത് നടക്കുന്നുവെങ്കിൽ ഇത് വിൻസെൻഷൻ സഭയുടെ പ്രയത്നമാണ്. ഈ സഭയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ അധികാരികൾ ആത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങൾക്ക് കാലഘട്ടത്തിന്റെ പ്രവാചകർ ലഭിക്കാൻ വേണ്ടി വീണ്ടും ഇതുപോലെ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തപ്പെടുവാൻ ഒരു 15 വർഷത്തിന് ശേഷം തീ പിടിച്ച വൈദികർ ഈ മണ്ണിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രഘോഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സഭയിൽ രണ്ടാമതായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഞങ്ങളുടെ സഭയിൽ ദൈവവിളികൾ ജനിക്കുവാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഈ മണ്ണിൽ നിന്നും ഞങ്ങൾ യാത്രയാകുമ്പോൾ
ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം. സാധിക്കുമെങ്കിൽ അടുത്ത 15 വർഷത്തിന് ശേഷം ഞങ്ങൾ ഈ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം എന്നോണം പറയാൻ സാധിക്കുന്ന ഒരു വൈൻസെൻഷൻ വൈദികനെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പ്രസംഗിക്കാൻ ഈ മണ്ണിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുമാത്രം ഒരു വൈദിക വിദ്യാർത്ഥി അത് ഈ മണ്ണിൽ നിന്നും വരട്ടെ. ഒരു ദൈവവിളി, ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ ഉത്തരമാണ്. സ്നേഹം നിറഞ്ഞവരെ, സ്വർഗത്തെ നോക്കി നിങ്ങൾ ആത്മാർത്ഥമായി നെടുവേർപ്പെട്ടെന്ന് പ്രാർത്ഥിച്ചേ. ആ പ്രാർത്ഥനയിൽ ജനിക്കും ഒരു ദൈവവിളി. ഈ മണ്ണിൽ നിന്നും ഒരു ദൈവവിളി ജനിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ സഹായം ഒന്ന് നന്ദി പറഞ്ഞ് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന തിരുവോസ്തിരൂപൻ ആരാധന 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 തിരുവോസ്തിരൂപൻ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി എന്റെ ഈശോയെ ഒന്ന് വിളിച്ചേ. എന്റെ ഈശോയെ സ്വരമുയർത്തി വിളിച്ചേ. എന്റെ ഈശോയെ. കരങ്ങൾ താഴ്ത്തി രണ്ട് വശി കൈയടിച്ച് അടുത്ത് നിൽക്കുന്നവരെ നോക്കി ഇടത്തും വലത്തേക്കൊന്ന് കൈയടിച്ച് പോരല്ലോ. ഒന്ന് സന്തോഷത്തോടെ കൈയടിച്ച് ധ്യാനം കൂടിയതിന്റെ സന്തോഷത്തോടെ എല്ലാവരും. അടിമകൾക്ക് സ്വാതന്ത്ര്യവുമായി ദരിദ്രന് സുവിശേഷവുമായി കരയുന്നവരുടെ കണ്ണീരൊക്കും കരുണ നിറഞ്ഞൻ കർത്താവേ. അടിമകൾക്ക് സ്വാതന്ത്ര്യവുമായി ദരിദ്രന് സുവിശേഷവുമായി കരയുന്നവരുടെ കണ്ണീരൊക്കും കരുണ നിറഞ്ഞൻ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. ആരാധന ആരാധന തിരുവോസ്തിരൂപൻ ആരാധന 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 തിരുവോസ്തിരൂപൻ ആരാധന. എല്ലാവരും സ്വരമുയർത്തി കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 സ്വരമുയർത്തി സ്തുതിച്ചോ. നീ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പൈശാചിക ശക്തി നിന്നെ വിട്ടുപോകും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആദ്യമായിട്ട് പ്രകടമായി കാണാൻ സാധിക്കുന്ന ഒരു അനുഭവത്തിന്റെ പേര് ഞാൻ പറഞ്ഞ്, അത് നമ്മുടെ ഉള്ളിലുള്ള ഭയം നമ്മെ വിട്ടുപോകും എന്നുള്ളതാണ്. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഭയം എന്താ? രോഗഭയം എന്നുള്ളതാണ്. എത്ര ധനവാനായാലും എത്ര ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും രോഗം വന്നു കഴിയുമ്പോൾ ആ വ്യക്തി ഭയത്തിന് അടിമയാകും. ഇന്ന് രാവിലെ തോട്ടകം ഡീപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രം വൈക്കത്ത് അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഭ തുടങ്ങിയത് അവിടെയാണ്. അവിടെ ഒരു ധ്യാന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ മാത്രം ശുശ്രൂഷ, ഒരു മാസം കഴിയുമ്പോൾ താമസിച്ചുള്ള ധ്യാനവും തുടങ്ങുന്നു. ഇപ്പോൾ അവിടെ 1:45 വരെ ശുശ്രൂഷ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഇന്ന് ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ദിവസമായിരുന്നു. ഈ പ്രാർത്ഥനയുടെ ദിവസത്തിൽ ഇന്നൊരു സാക്ഷ്യം അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹൈന്ദവ സ്ത്രീക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചതിന് ഫലമായി ആ ക്യാൻസർ തമ്പുരാൻ കർത്താവ് എടുത്തു മാറ്റി എന്നുള്ള വലിയൊരു സാക്ഷ്യം അവിടെ കേൾക്കുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. ക്യാൻസർ കർത്താവ് എടുത്തു മാറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവമാണോ? അപ്പോൾ ആ സാക്ഷ്യം പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ചോ, ഫോൺ വിളിച്ചാണ് സംസാരിച്ചത്. ഫോൺ വിളിച്ച് സംസാരിച്ചത് ഈ വന്ന സ്ത്രീക്കല്ല, ആ സ്ത്രീയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനാണ് ഈ സൗഖ്യം കിട്ടിയത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ വന്നിട്ടാണെന്ന് പറയും, എങ്ങനെയാണെന്ന് ചോദിച്ചു. അച്ഛൻ്റെ അടുക്കൽ ഈ എൻ്റെ ബന്ധുവിൻ്റെ തൊണ്ടയിലെ ക്യാൻസറും പറഞ്ഞു വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്: രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അതിനപ്പുറത്ത് ഈ രോഗത്തെയോർത്തുള്ള ഭയം വിട്ടുപോകാൻ പ്രാർത്ഥിക്കുക. ഭയം വിട്ടുപോകുമ്പോൾ അതിനോട് ചേർന്നുള്ള
രോഗവും വിട്ടുപോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ സ്ത്രീക്ക് അന്ന് പറഞ്ഞു കൊടുത്ത 2 വചനങ്ങളുണ്ട്. പിള്ളേരെ, യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ തിരുവചനവും 41-ാം അധ്യായം 13-ാം തിരുവചനമാണ്. ഈ 2 വചനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടും. 10-ാം വചനം എങ്ങനെയാണ്? എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, ഭയപ്പെടേണ്ട. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം പറയും, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, നീ ഭയപ്പെടേണ്ട. ഇനി 13-ാമത്തെ വചനം ചേർത്ത് വയ്ക്കുക. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്തുകരം ചേർത്ത് പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താ വചനം? നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്തുകരം ചേർത്ത് പിടിച്ചിരിക്കുന്നു. 10-ാം വചനം എന്താ? എൻ്റെ വിജയകരമായ വലത്തുകരം ഞാൻ നിന്നെ താങ്ങി നിർത്തും. എങ്ങനെ? നിന്റെ വലത്തുകരം ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറയുക, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് നമ്മുടെ വലത്തുകരം ചേർത്ത് പിടിച്ച് തമ്പുരാൻ പറയുക, നീ ഭയപ്പെടേണ്ട. ഞാൻ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തത്, പറയ്, നിന്റെ രോഗത്തെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. ഇന്നും ജീവിക്കുന്നൊരു തമ്പുരാനുണ്ട്, ഇന്നും സൗഖ്യം തരുന്നൊരു തമ്പുരാനുണ്ട്. ഹൈന്ദവ സ്ത്രീയാണെങ്കിലും തമ്പുരാനിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമുക്ക് രോഗസൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് ഈ രോഗത്തെ ഓർത്തുള്ള ഭയത്തിൽ നിന്നുള്ള വിടുതലാണ് ആവശ്യം. ഭയം വിട്ടുപോയാൽ അതിനോട് ചേർന്നുള്ള രോഗപീഠകളും നമ്മെ വിട്ടുപോകും. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. നമ്മിലുള്ള മറ്റൊരു ഭയമാണല്ലോ തകർച്ചകളെ കുറിച്ചുള്ള, പരാജയങ്ങളെ കുറിച്ചുള്ള ഭയം. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഷാർജയിൽ ധ്യാനിപ്പിക്കാൻ പോയായിരുന്നു ഒരു 2-3 വർഷം മുൻപ്. 9 വ്യക്തികൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നതിൽ ഈ 9 വ്യക്തികൾ കോടികൾക്ക് മുകളിൽ കടബാധ്യതയുള്ളതാണ്. ഏറ്റവും വലിയ കടബാധ്യത ഞാൻ കേട്ടത് 6 കോടി കടബാധ്യതയാണ്. ഇദ്ദേഹത്തിന് എങ്ങനെ ഈ കടബാധ്യത വന്നു എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു കമ്പനി വെച്ചിരുന്ന വ്യക്തിയാണ്. നല്ല രീതിയിൽ പോകുന്നു. കൊറോണ വന്നു, 2-2.5 വർഷക്കാലം അടച്ചിടേണ്ടി വന്നു. ജോലിക്കാർക്ക് സാലറിയും കൊടുക്കണം. ഇദ്ദേഹത്തിന് വലിയ കടബാധ്യത ഉണ്ടായി. ഇയാൾ കോടികൾ കടം വാങ്ങി, അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം കമ്പനി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഈ പൈസ കൊടുത്തവരൊക്കെ കേസ് കൊടുത്തു. ട്രാവൽ ബാനും കിട്ടിയിരിക്കുക. ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനുള്ള യാത്ര അത് വിലക്കിയിരിക്കുക. ഈ അവസ്ഥയിൽ എൻ്റെ അടുത്ത് വന്നത്, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ബൈബിൾ ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായമാണ്. ശ്രദ്ധിച്ചോ, തകർച്ചകൾ കടബാധയുള്ളവർക്ക് പറ്റിയൊരു ബൈബിൾ ഭാഗമാണ്. ഇവിടെ പൗലോസിനെ ബന്ധിച്ച് റോമാപുരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കപ്പൽ മാർഗം കൊണ്ടുപോകുമ്പോൾ ശക്തമായ കാറ്റും കൊള്ളും ഉണ്ടാകുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, ഇരുട്ടിൻ്റെ ഇരുട്ടാണ്. പിള്ളേരെ, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ തീരുന്നൊരവസ്ഥ വരുന്നു. അതുപോലെ തന്നെ ഈ കപ്പൽ തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥ വരുന്നു. കപ്പലിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ലഗേജൊക്കെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ടും ഈ കപ്പൽ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിൽ ഈ പൗലോസ് ആ കപ്പലിലിരിക്കുമ്പോൾ മാലാഖയെ അയച്ച് ദൈവം പറഞ്ഞു, 24-ാം വചനം, പൗലോസ്, നീ ഭയപ്പെടേണ്ട, നീ റോമാപുരിയിൽ എത്തുക തന്നെ ചെയ്യും. നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, മറ്റു കൂടെ യാത്രയിലുള്ളവരോട് പറഞ്ഞു, ദൈവം പറഞ്ഞിരിക്കുന്നു ഭയപ്പെടേണ്ട എന്ന്. സഹോദരങ്ങളെ, ഈ പൗലോസ് ആശ്രയം വെച്ചിരിക്കുന്ന, ചാരിയിരുന്ന ആ കപ്പൽ തകർന്ന് തരിപ്പണമാകുമ്പോൾ ദൈവത്തിന് പറയാനുണ്ടായിരുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. ഇത് നമ്മൾ ആശ്രയം വെച്ച്, ഒരുപക്ഷെ ഈ മലയോരത്ത് നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഏലക്കായ ആയിരിക്കാം, അല്ലെങ്കിൽ കുരുമുളകായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ, കാപ്പിയോ തേയില എന്തെങ്കിലും ആയിരിക്കാം സഹോദരങ്ങളെ. അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം, കടയായിരിക്കാം, ഫാക്ടറി ആയിരിക്കാം. കേട്ടോ, നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന, നിങ്ങൾ ചാരി നിൽക്കുന്ന നിങ്ങളുടെ വരുമാനങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോഴും തമ്പുരാന് പറയാനുള്ളത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാ. ഒന്ന് ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. വന്നു കഴിഞ്ഞപ്പോൾ വചനത്തിൻ്റെ അർത്ഥം എന്താണ്, വചനത്തിൻ്റെ അഭിഷേകം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതാണ് അവർക്കുണ്ടായ 2ാമത്തെ അനുഭവം. സഹോദരങ്ങളെ, അന്ന് വരെ
യേശു ഉപമകളിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നീ ഉപമകളിലൂടെ സംസാരിക്കുന്നു, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല, വ്യാഖ്യാനിച്ചു തരാവോ എന്ന് പറഞ്ഞിരുന്ന ഈ പത്രോസും കൂട്ടരുമാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചാടി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയാ. അപ്പോസ്തലർ 4:13 എഴുതി വെച്ചിരിക്കുന്നത് എന്താ? അവർ ആത്മാവിനാൽ പൂരിതരായി ധൈര്യപൂർവ്വം വചനം പ്രഘോഷിച്ചെന്ന. ഹല്ലേലൂയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലർ 4-ാം അധ്യായത്തിൽ 13-ാം വചനത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് സഭയിലെ നേതാക്കന്മാര് അവർക്ക് അത്ഭുതമായി. അവര് പറഞ്ഞു, ഇവർ വിദ്യാവിഹീനരായ വ്യക്തികളല്ലേ, അവന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ എന്ന്. വചനത്തിന്റെ ഉൾക്കാഴ്ച. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഈ അച്ഛന്മാര് നിങ്ങളോട് ദൈവത്തിന്റെ വചനം വാതോരാതെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനെല്ലാത്തിൻ്റെ അർത്ഥം മനസ്സിലായോ എന്നറിയില്ല. എന്നാൽ നിങ്ങൾക്ക് വചനത്തിന് ഉൾക്കാഴ്ച കിട്ടുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും വചനത്തിന്റെ കവാടം തമ്പുരാൻ നിങ്ങൾക്ക് തരും. ഒന്ന് ഹല്ലേലൂയ പറയോ. ഈ അച്ഛന്മാര് ഞാനുമൊക്കെ ഇതുപോലെ വാതോരാതെ വചനം പറയുന്നുണ്ടെങ്കിൽ പിള്ളവരെ, ഇതൊക്കെ സെമിനാരി പഠിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ആ സെമിനാരിയിലെ പഠനം കഴിഞ്ഞ് പുറത്തു വന്ന് ഞങ്ങളൊക്കെ ധ്യാന പിള്ളേലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ നാവിന് തുമ്പിലേക്ക് വചനത്തിൻ്റെ കവാടം ഇങ്ങനെ തുറന്നു തന്നപ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഒന്ന് ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. രണ്ട് കരങ്ങൾ എത്തിപ്പിടിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് വചനത്തിന് ഉൾക്കാഴ്ചകൾ നമുക്ക് തരാൻ വേണ്ടി ഒന്നെല്ലാം പറഞ്ഞു സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമയത്തിൽ സ്തുതിച്ചോ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്കുണ്ടായ മൂന്നാമത്തെ അനുഭവം, യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ അസാധാരണമായ ഒരു ധൈര്യം കിട്ടിയവർക്ക്. യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള അസാധാരണമായ ധൈര്യം, എക്സ്ട്രാ ഓർഡിനറി കറേജ് അവർക്ക് കിട്ടി. യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്നവർക്ക് ധൈര്യമില്ല പുറത്തിറങ്ങാൻ. പക്ഷേ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ ധൈര്യം കിട്ടി. ഏറ്റവും നല്ല ഉദാഹരണം അപ്പോസ്തലർ 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാൻ സുന്ദര കവാടത്തിലൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ജന്മന പ്രിയമുള്ളവരെ മുടന്തനായൊരു മനുഷ്യൻ അവിടെ നിന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് പറഞ്ഞു, നിനക്ക് തരാൻ സ്വർണ്ണ വെള്ളിയൊന്നും എൻ്റെ കയ്യിലില്ല, തരാൻ പറ്റി തരുമെന്ന് പറഞ്ഞ് നസറായനായ യേശു ക്രിസ്തു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. ആ നിമിഷം എഴുന്നേറ്റ് നടന്നു. ഇത് കണ്ട് അനേകം യഹൂദർ അവരെ പിന്നാലെ കൂടിയപ്പോൾ നേതാക്കന്മാർക്ക് തലവേദനയായി. അവര് ഇവരെ പിടിച്ച് കാരാഗൃഹത്തിലിടുന്നു. പിറ്റേ ദിവസം അവരെ മുൻപിൽ കൊണ്ടുവരുന്നു. അവർ ചോദിക്കുന്നു, എന്തധികാരത്താലാണ്? അപ്പോസ്തലർ 4-ാം അധ്യായം 8:13 എന്തധികാരത്തിൽ, ആരുടെ നാമത്തിലാ ഈ രോഗിക്ക് നിങ്ങൾ സൗഖ്യം കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് മുക്കുവൻ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, കൾച്ചർ ഇല്ലാത്തവൻ, അവൻ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുകയാണ്. ആരുടെ നാമത്തിലാണ്, എന്തധികാരത്തിലാണ് ഈ മനുഷ്യൻ സുഖപ്പെട്ടത് എന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തെങ്കിൽ നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അന്ന് വരെ ആരും പറയാത്തൊരു സത്യം വിളിച്ചു പറയുക. ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മധ്യേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ പറയൂ. കണ്ടോ പത്രോസിന്റെ ധൈര്യം. സഹോദരങ്ങളെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ എവിടെയും സാഹചര്യം പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും എവിടെയും യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം വിജയിച്ചു. ഹല്ലേലൂയ പറയോ, ഹല്ലേലൂയ പറയോ. യേശു ആരാണ്? യേശു പഠിപ്പിച്ച സത്യങ്ങൾ എന്താണ്? യേശുവാണ് ഏകരക്ഷകൻ, യേശുവിലാണ് രക്ഷ. ഈ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ ധൈര്യം വേണം നമുക്ക്. ഹല്ലേലൂയ. പെന്തക്കോസ്താനത്തിൽ ശിഷ്യന്മാർക്കുണ്ടായ 4-ാമത്തെ അനുഭവം, ലോകം മറ്റുള്ളവർ അവരെ തിരിച്ചറിയാൻ തുടങ്ങി. അന്ന് വരെ ഇവരെ ആരൊന്നും അറിഞ്ഞിരുന്നില്ല. ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പത്രോസൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ എന്താ പറഞ്ഞേ?
ഇവർ അവന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? അപ്പോസ്തലർ 4:13. ആത്മാവിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ മറ്റുള്ളവർ തിരിച്ചറിയും. ഇവർ യേശുവിൻ്റെതാ. ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിന്നിൽ ഒരു ഡിഫറൻസ്, മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തത നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. നീ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശിഷ്യന്മാർക്കുണ്ടായ 5ാമത്തെ അനുഭവം. പ്രിയമുള്ളവരെ, ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും അവർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. പഴയ പ്രവർത്തനങ്ങളിലേക്ക് അവർ തിരിച്ചു പോയില്ല. ഈ പെന്തക്കോസ്ത് തിരുനാളിന് മുൻപ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, പ്രിയമുള്ളവരെ, ഈ പത്രോസ് ഒരു എഴുന്നേറ്റ് എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ പഴയ ജോലിയിലേക്ക് പോകുക, മീൻ പിടിക്കാൻ പോകുക. കൂടെയുള്ളവർ പറഞ്ഞു ഞങ്ങളും വരുന്നു. 2 എമ്മാവുസ് ഗ്രാമത്തിലേക്ക് പോയി. പക്ഷേ അവരെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരാരും തിരിച്ചു പഴയ ജീവിത മാർഗങ്ങളിലേക്ക് പോയില്ല. കണ്ട, നമ്മളോ ആത്മാനൊക്കെ സ്വീകരിച്ചു. ശരീര രോഗം വരട്ടെ, ശരീര തകർച്ച വരട്ടെ, നമ്മളൊക്കെ പഴയതിലേക്ക് തിരിച്ചു പോകും. സാവൂൾ സഭയെ പീഡിപ്പിച്ചവൻ, ക്രിസ്ത്യാനികളെ കൊന്നവൻ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും റോഡിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോയി കൊന്നുകളഞ്ഞവൻ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ നന്നായിരിക്കുന്നു പറഞ്ഞവൻ, അവൻ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞെന്നറിയോ? റോമ 8:35, ഇനി എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും? നഗ്നതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഒന്നിനും ഭീഷണിക്കൊന്നിനും എൻ്റെ തമ്പുരാനിൽ നിന്നെ വേർപെടുത്താൻ പറ്റില്ല. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്. ഞാൻ ഇടുക്കി രൂപതയിൽ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് വികാരിയായി കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ശുശ്രൂഷ ചെയ്തു വരികയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് വിൻസെൻ്റ് സഭയിലെ വൈദികർ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ 1 ആഴ്ചക്കാലം കൊണ്ട് ഈ ഇടവകയിൽ ധാരാളമായിട്ടുള്ള ആത്മീയമായി വലിയൊരു മാറ്റം സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇടവകയിൽ തന്നെ 7 സ്ഥലങ്ങളിലായിട്ട് 7 സെൻറ്ററുകളിലായിട്ട് ധാരാളം ജനങ്ങൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ഉണർവിന് കാരണമാവുകയും ഈ ധ്യാനം ചെയ്തിട്ടുണ്ട്. ദൈവസ്നേഹത്തിലേക്കും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയൊക്കെ നവീകരണത്തിലേക്കൊക്കെ ഈ ധ്യാനം അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇപ്രകാരം ഒരു ധ്യാനം ഈ ഇടവകയിൽ നടക്കുവാനായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ധ്യാനം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ മാത്യു കരോട്ട് ചിലക്കളച്ചനെയും, അതുപോലെ തന്നെ മറ്റ് ഇതിനുവേണ്ടി അധ്വാനിച്ച ജനറൽ കൺവീനർ, അതുപോലെ കൺവീനർമാർ, അതുപോലെ അധ്വാനിച്ചിട്ടുള്ള എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സിസ്റ്റർമാർ, മറ്റെല്ലാ ശുശ്രൂഷകരെയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവർക്കും ഏറെ ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ സിസ്റ്റർ എമിലി ചേന്നാട്ട് SH സെക്കൻഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ അംഗമാണ്. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറൈൻ ചർച്ച് ഇടവകയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളായി സേവനം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞങ്ങളുടെ ഇടവകയിൽ നടന്നു വരുന്ന പോപ്പുലർ മിഷൻ ധ്യാനം വളരെ ദൈവാനുഗ്രഹം നിറഞ്ഞതായിരുന്നു. ആളുകൾ ഏറെ താല്പര്യത്തോടും
തീഷ്ണതയോടും കൂടി ദിനം പ്രതി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നു. എല്ലാം വളരെ ഭംഗിയായും ക്രമീകൃതമായും സജ്ജീകരിച്ച ഒരു ധ്യാനമായിരുന്നു. ഈ ധ്യാനം ഇങ്ങനെ ഇവിടെ സംഘടിപ്പിച്ച വികാരിയച്ഛനും ഈ ധ്യാനത്തിന് നേതൃത്വം നൽകിയ എല്ലാ വൈദികർക്കും ഏറെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എൻ്റെ പേര് ബിനോയ് കൂനമ്മാക്കൽ. ഞാൻ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിലെ കൈക്കാരനാണ്. ഇവിടെ പോപ്പുലർ ധ്യാനം സോനു അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയായിരുന്നു കഴിഞ്ഞ 8 ദിവസമായിട്ട്. വളരെ പ്രാർത്ഥനാ രൂപയിൽ നടന്ന ഈ ധ്യാനം അനേകം കുടുംബങ്ങൾക്ക് നല്ല രീതിയിൽ വളരുവാനും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും നല്ല പ്രാർത്ഥനാ രൂപി വളർത്തിയെടുക്കുവാനും രാജാക്കാട് പള്ളിയിലേക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകുവാനും സാധിച്ചിട്ടുണ്ട്. രാജാക്കാട് ഇടവകയുടെ പേരിൽ ഈ കൈക്കാരൻ എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും അകമൊഴിഞ്ഞ നന്ദി പറയുകയാണ്. നന്ദി. ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.